Hi friends, welcome back to our channel. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വാൾ എന്നുള്ള ബിൽഡിംഗ് എലമെൻറ്റ് ടൂളിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ആ ടൂളിൽ വരുന്ന സെറ്റപ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ആ വാൾ എന്നുള്ള ബിൽഡിംഗ് ടൂള് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലാൻ ഇതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ വാൾ എന്നുള്ള ടൂളിലേക്ക് വരാം. അതിൽ വാൾ ആർക്കിടെക്ചർ എടുത്തു. അതിൽ ഇവിടെ നമുക്ക് കുറച്ച് സെറ്റപ്സ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഹൈറ്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ലെവൽ 2 ആണ് നമ്മളിപ്പോൾ ആക്റ്റീവ് ലെവലിൽ ഉള്ളത്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ലെവൽ 3യിലേക്ക് കൊടുക്കാം. അപ്പോൾ 330 ആണ് നമ്മൾ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ 330 ഹൈറ്റ് ഇവിടെ വന്നു. നെക്സ്റ്റ് ഫ്ലോറിൽ വരെയുള്ള ഹൈറ്റ്. ഇനി നമ്മളിവിടെ ലൊക്കേഷൻ ലൈൻ സെൻറ്റർ ലൈൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ചെയിൻ ടിക്കോൺ ആണ്, ഓഫ്സെറ്റ് കാര്യങ്ങളൊന്നുമില്ല. അലോ സ്റ്റാറ്റസ് തന്നെയാണ് നമ്മൾ ജോയിൻറ്റ് വരുന്നത്. അലോ സ്റ്റാറ്റസിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ സ്ക്രീനിൽ നമ്മൾ പ്രോപ്പർട്ടി വിൻഡോയിലേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന സമയത്ത് ബേസിക് വാൾ ജനറിക് 200 mm, അതായത് നമ്മൾ ഡിഫോൾട്ട് മെട്രിക് എന്നുള്ള ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് 200 mm എന്ന് കാണിക്കുന്നത്. നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിത് 20 cm ആയിട്ടായിരിക്കും നമുക്കിപ്പോൾ ഇവിടെ വരാം. അതിലിപ്പോൾ നമുക്കൊന്ന് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ന്യൂ വാൾ ഇവിടെ എഡിറ്റ് ടൈപ്പ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് ടൈപ്പിൽ നമ്മളിവിടെ ടൈപ്പ് പാരാമീറ്ററിന് അണ്ടറിൽ കൺസ്ട്രക്ഷനിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാല്യൂൻ്റെ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ തിക്നെസ് എന്നുള്ളത് ആക്റ്റീവായിട്ട് വരും. ഇപ്പോൾ 20 തിക്നെസ് എന്നുള്ളതാണ് നമുക്കിവിടെ ഇപ്പം ആക്റ്റീവായിട്ട് വരുന്നുള്ളത്. അപ്പം എന്താണ് 200 mm നമുക്ക് ഇവിടെ ഇപ്പം 20 cm തന്നെ ആയിട്ടാണ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ ഇവിടെയൊക്കെ തന്നിട്ടുള്ള എല്ലാ സ്പേസസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇന്നർ സ്പേസിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. സെൻറ്റർ ലൈൻ എന്ന് പറയുമ്പം ഈ വാളിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് പോകും. അപ്പം ഒരു സൈഡിൽ 10 എക്സ്ട്രാ വരും. അതേപോലെ നെക്സ്റ്റ് സൈഡിലേക്കും നമുക്ക് 10 എന്നുള്ള വാല്യൂ എക്സ്ട്രാ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഓരോ റൂം സ്പേസിൽ ചെയ്യുന്ന ടൈമിലും 10 എന്നുള്ള വാല്യൂ നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ക്രിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ സൈഡ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 613 ആണ് നമുക്ക് ലെങ്ത് വന്നിട്ടുള്ളത്. എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് പറയുന്നത് 169 ആണ്. നമ്മൾ പറഞ്ഞു എക്സ്ട്രാ 20 എന്നുള്ള വാല്യൂ നമ്മൾ ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നർ മെഷർമെൻറ്റ്സ് കിട്ടുക. വാളിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഹാഫ് തിക്നെസ്സും ഒരു സൈഡിൽ നിന്നും വാളിൻ്റെ ഹാഫ് തിക്നെസ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് 613ൻ്റെ കൂടെ 20 ആഡ് ചെയ്യുന്ന സമയത്ത് 633 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ബോട്ടത്തിലേക്ക് മൗസ് പൊസിഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതായത് വെർട്ടിക്കലി പൊസിഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 169 എന്നുള്ളത് 189 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പം കണ്ടിന്യൂ ചെയ്തു, ക്ലോസ് ചെയ്തു. സെയിം വാല്യൂസ് ആയതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും നമ്മളിപ്പോൾ ടോയ്ലറ്റ് സ്പേസസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. 160 എന്നുള്ളത് 180 എന്ന് കൊടുക്കുക. സെയിം ഇതേ ഹൈറ്റ് തന്നെ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് കിച്ചൺ സ്പേസ് ആണ്. വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് 321 ആണ്. ഇതിനെ നമ്മൾ 341 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഹൊറിസോണ്ടലി ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. 343ന് 363 എന്നുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 321 ആണ് നമുക്ക് ഹൈറ്റ് വന്നിട്ടുള്ളത്. അപ്പം 341 ആണ് നമ്മളിവിടെ വരുന്നുള്ള ഹൈറ്റ്. ഇനി നമ്മൾ വെർട്ടിക്കലി വരുന്നുള്ള ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് 289 ആണ്. അപ്പം 305 ആണ് നമുക്ക് അവിടെ വരാം, കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്കിപ്പോൾ ഒരു പൂജാ റൂമിൻ്റെ സ്പേസസ് വരുന്നുണ്ട്.
പൂജാ റൂമിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 141 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. 141 എന്നുള്ള ഓഫ്സെറ്റ് കൊടുത്തു. ഓഫ്സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി വരക്കുന്നു. അപ്പോൾ മുകളിലേക്കായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ബോട്ടത്തിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ സ്വിച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളിപ്പോൾ എസ്കേപ്പ് ആയിട്ട് വന്നു. ഇനി നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയേ, നമ്മൾ വാല്യൂ മാറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിലേക്ക് വന്നത്. വീണ്ടും 0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. 327 ആണ് വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ 347 എന്നുള്ള വാല്യൂ കൊടുത്തു, എൻ്റർ ചെയ്ത് കൊടുത്തു. 430 ആണുള്ളത്. അതിന് നമ്മൾ 450 എന്നുള്ള വാല്യൂ കൊടുത്തു, എൻ്റർ ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമുക്ക് പ്ലാനിൽ ക്ലോസിങ്സ് വരുന്നില്ല. തൽക്കാലം ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വരുന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡബിൾ ലൈനിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ച്, സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ഡബിൾ ലൈനിൻ്റെ യൂസ് വരുന്നില്ല. ഇവിടെ നമുക്ക് സിംഗിൾ ലൈൻ ആണ് വേണ്ടത്. സിംഗിൾ ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആർക്കിടെക്ചറിലെ മോഡൽ പാനലിൽ മോഡൽ ലൈൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ടാണ്. സിംഗിൾ ലൈൻ സ്കെച്ച് ആണ് ക്രിയേറ്റ് ആവുക, ഡബിൾ ലൈൻ ഉണ്ടാവില്ല. സിറ്റ് ഔട്ടൊക്കെ നമ്മൾ സിംഗിൾ ലൈനിലാണ് കൊടുക്കുക. ഈ മോഡൽ ലൈൻ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ലൈൻ ടൂൾ തന്നെയാണ് ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ലൈൻ ടൂൾ എടുക്കുക. നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 129 ആണുള്ളത്. അതിവിടെ ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കാം. 129 എന്നുള്ളത് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ 20 എന്നുള്ള വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഔട്ടർ തന്നെയാണ് അവിടെ പറയുന്നുള്ളത്. 127 എന്നുള്ള വാല്യൂ കൊടുക്കുക. എന്നിട്ട് ഈ എൻഡിൽ നിന്നും വരക്കാം, ഓപ്പോസിറ്റ് എൻഡിലേക്ക് വരും. ബോട്ടത്തിലേക്ക് 192 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 192 എന്നുള്ള വാല്യൂ തന്നെ പ്രൊവൈഡ് ചെയ്യുക. സിംഗിൾ ലൈൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇവിടെ 0 പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വരുന്നുള്ള ലെങ്ത്ത് 323 ആണ്. അത് ഇവിടെ വാള് വരെയുള്ള പൊസിഷൻസിലേക്ക് നമുക്ക് വരുന്നുള്ളത്. ഇനി അതിലേക്കുള്ള വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു. ഇനി ബാക്കി നമുക്ക് വരുന്നത് വാളാണ്. നമ്മൾ വാള് എന്നുള്ള ടൂൾ എടുക്കുക. ഇവിടെ നിന്ന് എത്ര വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്നും നമുക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ടറിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇതിൻ്റെ ഇന്നറിലേക്ക് തന്നെയാണല്ലോ നമുക്ക് വരുന്നുള്ളത്. അപ്പം ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 10 പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്നും നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, 343 ആണ് വന്നിട്ടുള്ളത്. അപ്പം 363 വരും. കണ്ടിന്യൂ ചെയ്തു. ഇനി മുകളിലേക്ക് 321 ഉള്ളതിനെ 341 എന്നുള്ള വാല്യൂ കൊടുത്തു, കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ബാലൻസ് വരുന്നുള്ള ഏരിയ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെ പ്ലാൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇങ്ങനെയാണ് നമ്മൾ വാള് എന്നുള്ള ബിൽഡിംഗ് എലമെന്റ് ടൂള് യൂസ് ചെയ്തുകൊണ്ട് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.